അതിശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി SFI മുന്നോട്ട് പോകും. സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറക്കാശിടാൻ വെച്ചിരിക്കുകയാണ്. ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലും ഷട്ടിട്ടൂടെ? തനിക്കൊരു ജെട്ടിട്ടുടോ ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയായിട്ട്. ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ കാല് കുത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് SFIക്കാർ നടത്തിയ സമരത്തിനിടയിലെ സംഗതിയാണ്. ഒരു സമരത്തിനെങ്കിലും പോകുമ്പോൾ മിനിമം അണ്ടർവെയർ അല്ലെങ്കിൽ ജട്ടിയെങ്കിലും ഇട്ടുകൂടെ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്, ജെട്ടി ഇട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ഇംഗ്ലീഷിൽ അവർ രണ്ട് വാക്കേ പറയുന്നുള്ളൂ. ഗവർണർക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. ഇവർക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാചകമായിട്ടുള്ള ഗവർണർ ഗോ ബാക്ക് എന്നാണ് ഈ വിളിച്ചു പറയുന്നത് മൊത്തം. എന്നിട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് അവന്റെ തന്നെ ബായ്ക്കാണ്. എന്ത് പറയാനാണ് ഈ പിള്ളേരെ? അതിനിടയിൽ ജയിൽ ജീവിതത്തിൽ റെക്കോർഡിട്ട SFIയുടെ സെക്രട്ടറി ആർഷോ, പേര് തന്നെ പശ കാണല്ലോടാ. ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല. ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടാ തോന്നിക്കില്ല. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. ഇത് കോളേജിലൊക്കെ പഠിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ SFI എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കൂടി പോയി കഴിഞ്ഞാൽ ഒരു 20-25 വയസ്സ് അല്ലെങ്കിൽ പരമാവധി 30 കൂട്ടിക്കോ. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയതൊക്കെ 40-45 വയസ്സുള്ള മുതുക്കന്മാർ. ഇവരൊന്നും ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ 1-2 വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ. അതിശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി SFI മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായി മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി SFI തയ്യാറാകും. എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? ഗവർണറുടെ മുമ്പിൽ ചാടിയവരൊക്കെ ഇപ്പോൾ ജയിലിലാണ്. എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടിത്തരും. അവർ ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിലടച്ചു. ആ സഖാക്കളുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. ഈ SFI എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് സ്റ്റുഡൻസിന്റെ സംഘടനയാണല്ലോ, വിദ്യാർത്ഥികളാണ് എന്ന് കരുതും. ഈ ആർഷോയ്ക്ക് തന്നെ 36 വയസ്സായി, ഇപ്പൊ 36-37 വയസ്സായി. അപ്പൊ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പെണ്ണു വീട്ടുകാരോട് എന്തു പറയും? മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ